ഒരുക്കിയ ഒരു മനോഹര ചിത്രമാണ് ഉരു. പുതുതായി നിർമ്മിക്കുന്ന ഉരുവിൻ്റെ നിർമ്മാണ ചുമതലയുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് എത്തുകയാണ് റഷീദ്. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി മതിയാക്കി അറബാബ് എന്ന ഒരു ഉടമയുടെ മാനേജറായി നാട്ടിലേക്ക് എത്തുന്ന റഷീദിന് അനുഭവിക്കേണ്ടി വരുന്ന ചില പ്രതിസന്ധികളും അത് അയാൾ എങ്ങനെ അതിജീവിക്കും എന്നതുമാണ് ചിത്രം പറയുന്നത്. മാമുക്കോയുടെ 40 വർഷത്തെ അഭിനയ ജീവിതത്തിൽ ഇതുവരെ അവതരിപ്പിക്കാത്ത വ്യത്യസ്തമായ വേഷമാണ് ഉരുവിലെ ശ്രീധരൻ ആശാരിയുടേത്. എം അഷ്റഫ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ മൻസൂർ പള്ളൂരാണ് നിർമ്മാതാവ്. ജീവിതം കൈവിട്ടു പോകുമ്പോൾ അത് തിരിച്ചു പിടിക്കുന്ന സിനിമ എന്ന നിലയിൽ ഒരു പ്രേക്ഷക ശ്രദ്ധ ആകർഷിക്കുകയാണ്. 2ാം വാരത്തിലേക്ക് കടക്കുന്ന ഒരു എല്ലാ തലമുറകളെയും ആകർഷിക്കുന്നു. പ്രമുഖരായ എഴുത്തുകാരും രാഷ്ട്രീയ സാമൂഹിക മേഖലയിലെ പ്രഗത്ഭരായ വ്യക്തികളും ഒരു സിനിമയെക്കുറിച്ച് മികച്ച അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഉരു എന്ന സിനിമ തിയേറ്ററുകളിൽ 2ാം വാരം പിന്നിടുമ്പോൾ സിനിമയുടെ അണിയറ പ്രവർത്തകരും അഭ്യുദയ കാംക്ഷികളും തലശ്ശേരിയിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ചടങ്ങ് KP മോഹനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിയപ്പെട്ട മാമുക്ക, മൻസൂർ, എം അഷ്റഫ്, പ്രദീപ് ചോക്ലി, രാജേന്ദ്രൻ നായർ, മറ്റ് വേദിയിലെ സിനിമാ രംഗത്തെ പ്രിയപ്പെട്ടവരെ, ഒരു എന്ന സിനിമയിൽ അഭിനയിച്ച പ്രിയപ്പെട്ട താരങ്ങളെ, ഒരു സിനിമ വിജയത്തിലേക്ക് എത്തിക്കുന്നത് അതിലെ നടൻ ആണ് എന്നതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ നടൻ അഭിനയിച്ചാൽ ചിലപ്പോൾ സിനിമ ഒന്നുമല്ലാതാവും. കാരണം ഈ സിനിമ വിജയിക്കാനുള്ള കാരണം മമ്മൂക്കോയ അതിൽ അഭിനയിക്കുകയല്ല ചെയ്തത്, ജീവിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഒരു വിജയിച്ചത് എന്ന് ഞാൻ എന്നെക്കുറിച്ച് ഇവിടെ വരുമ്പോൾ അവരോട് ചോദിച്ചു. ഈ ഉരുവിനെ കുറിച്ച് നമ്മുടെ മൻസൂർ പറഞ്ഞില്ലേ, മൻസൂർ പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ ലോകം മുഴുവനും അറിയപ്പെടുന്ന ഏറ്റവും വലിയ ധനാഢ്യർ പണ്ട് ഉരുവിൽ പോയതാണ്. കൊച്ചിയിൽ വെച്ച് എനിക്കറിയാവുന്ന ഈ അടുത്ത കാലത്ത് ഞങ്ങളെ വിട്ടുപോയ എൻ്റെ നാട്ടുകാരനായ ആളെ പേര് പറയുന്നില്ല, അപ്പോൾ അത് അങ്ങനെയാണോ എന്ന് തോന്നിപ്പോവും. അദ്ദേഹവും ഞാൻ ഈ പറഞ്ഞതിലുള്ള ഏറ്റവും വലിയ ധനാഢ്യൻ, കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തിലെ തന്നെ ധനാഢ്യന്മാരിൽ ഒരാളും ഉരുവിൽ പോയിട്ടാണ്. അവരൊക്കെ തന്നെ കൊച്ചിയിൽ പണ്ട് കപ്പലിൽ സാധനം ഇറക്കലായിരുന്നു അവരുടെ ജോലി എന്നതാണ് അറിയാൻ കഴിഞ്ഞത്. നേരിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞത്. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം ഒരു ലോകം മുഴുവനും എല്ലാ നിലയിലും അറിയപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കഥക്കും അതോടൊപ്പം തന്നെ അതിൻ്റെ അഭിനേതാക്കൾക്കും അതിൻ്റെ പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കും ഒക്കെ തന്നെ അതിൽ മികച്ച പങ്ക് വഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. ജീവിതമാണ് എല്ലാ അർത്ഥത്തിലും സിനിമ എന്ന് പറയുന്നത്. സിനിമയിലൂടെ സാമൂഹ്യ രംഗത്തുണ്ടാകുന്ന, സാംസ്കാരിക രംഗത്തുണ്ടാകുന്ന പല നല്ല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ഹിതകരമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും ലോകത്തെ അറിയിക്കാൻ സാധിച്ചുകൊണ്ട് അതിനുള്ള പ്രതിവിധി കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരു വിജയമാക്കാൻ ശ്രമിക്കുകയും അത് വിജയിക്കുകയും ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട മുഴുവൻ ആളുകളെയും, ഇതിൻ്റെ ഡയറക്ടർ, തിരക്കഥ, അതോടൊപ്പം തന്നെ അതിലുള്ള അഭിനേതാക്കൾ എല്ലാവരെയും എല്ലാ അർത്ഥത്തിലും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട മമ്മൂക്ക എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ബന്ധമുണ്ട് ഞങ്ങൾ തമ്മിൽ. നല്ല ബന്ധമാണ്. ഇപ്പോഴൊന്നുമല്ല, കുറേ വർഷങ്ങൾക്കും, ഇപ്പോൾ കുറച്ചായി ഞങ്ങൾ കാണാത്തതിനുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങളും ഇടയ്ക്ക് വിളിക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചായില്ലേ ഉള്ളൂ. ഇപ്പോൾ പറഞ്ഞിങ്ങനെ ശബ്ദത്തിന് ചെറിയ തകരാറുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊക്കെ ഇനിയും കൂടുതൽ വിജയിക്കാൻ സാധിക്കട്ടെ എന്നും പല സിനിമകളും വിജയിപ്പിക്കാൻ സാധിക്കട്ടെ.
ഓടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷത്തിലുള്ള ഒരു ഗെറ്റ് ടുഗദറാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ സിനിമയിലും അതുപോലെ ഈ സദസ്സിലും പങ്കാളിയാവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമാണ്. ഈ ഒരു എന്ന സിനിമ തുടക്കത്തിൽ തന്നെ EM അഷ്റഫ് എന്നോട് കഥ പറഞ്ഞപ്പോൾ ഞാൻ ഇത് ഒരു സിനിമക്കുള്ള വാക്കായി ഉണ്ടോ, ഒരു നല്ല ഡോക്യുമെൻ്ററി എടുക്കാൻ ഒരു ഉണ്ടാക്കുക, അതിൻ്റെ മരങ്ങൾ അതിൻ്റെ വർക്കൊക്കെ കാണിക്കുക എന്നുള്ളത്. അല്ല, അതിനൊരു ലൈഫുണ്ട്, കഥയുണ്ട്, ഇതൊക്കെ പറഞ്ഞപ്പോൾ അത് പറഞ്ഞു കേട്ട് തിരക്കില്ല എന്ന് പറഞ്ഞ് ഞാനും അതിലൊരു ഭാഗമായി. പിന്നെ ഞാൻ നന്നായിട്ട് അഭിനയിച്ചു എന്നുള്ളത് നമ്മൾ ഏത് വർക്കായാലും നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന ലക്ഷ്യം അടുത്ത സിനിമയിൽ കൂടി എന്നെ വിളിക്കണം എന്നുള്ളതൊക്കെ ഞാൻ ചെയ്തിരുന്നു. ഇത് ഓടി നന്നായി ഓടുന്നു നല്ല അഭിപ്രായം കിട്ടിയപ്പോൾ ഇനി അഷ്റഫിൻ്റെ പടത്തിൽ ഞാൻ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ. ഇതൊരു നല്ല വിജയം ആണ്. എല്ലാവരും പ്രസംഗിച്ചതുപോലെ തന്നെ ഒരാവർത്തനം തന്നെ എനിക്കും പറയേണ്ടത്. ഇതിലുള്ള ആർട്ടിസ്റ്റുകൾ, ആക്ടേഴ്സ് മുഴുവനും ആർട്ടിസ്റ്റായിട്ടല്ല, ആ ഒരു നിർമ്മാണശാലയിൽ ആശാരിമാരും മറ്റു ജോലിക്കാരും ഒക്കെ ആയിട്ട് അങ്ങോട്ട് പെരുമാറി. അത് തന്നെ അഭിനയം. സിനിമയിൽ വരുമ്പം ആ ആർട്ടിസ്റ്റ് എല്ലാം നന്നായിട്ടുണ്ട് എന്ന് പറയും. അവിടെ അവർ ചെയ്യേണ്ട പണി ആത്മാർത്ഥമായിട്ട് ചെയ്തു. അത് തന്നെ ഈ സിനിമ. പിന്നെ ഇതിൻ്റെ സാങ്കേതിക പ്രവർത്തനവും വളരെ നല്ല ഒരു സഹകരണമായിരുന്നു എല്ലാവരോടും. പിന്നെ ഞാനൊരു ഇൻ്റർവ്യൂവിലും പത്രങ്ങളോടൊപ്പം പറഞ്ഞിട്ടുണ്ട്, ഇത്തരം ഒരു സംഭവം ഇത് ഓടുമോ ഇല്ലേ, പൈസ മുടക്കി പോവോ, നമ്മുടെ സമയം നഷ്ടമായി ചീത്തപ്പേരും കിട്ടുമോ എന്നൊന്നും പ്രതീക്ഷിക്കാതെ ഇതിനു വേണ്ടി അച്ഛ കെട്ടി ഇറങ്ങി തിരിച്ച മൻസൂർ പാടിയോടെ ഇതിൻ്റെ ഭാവി എന്താവുമെന്നൊന്നും അവർ ഓർത്തിട്ടില്ല. ഇത് നല്ല ഒരു ആസ്വാദന സിനിമക്കുള്ള ഭാവിയില്ല. ഇത് ഡാൻസ് ഇല്ല, വലിയ മികച്ച പാട്ടുകളില്ല, അടിപിടിയില്ല, ഒന്നുമില്ല. സാധാരണ ഓഡിയൻസിന് സൂചിക്കാനുള്ള ഒരു സംഭവത്തിലില്ല. ഇത് ഒരു എന്ന ഒരു തൊഴിൽ മേഖല, ഒരു സംസ്കാരം, വലിയ ഒരു ചരിത്രം ഇതിലൂടെ പഠിക്കാനും പറയാനുമുണ്ട്. അത് മനസ്സിലാക്കുന്നവർക്ക് അത് വ്യക്തമായിട്ട് ഇത് ഒരു പാഠം തന്നെയാണ് എന്ന് മാത്രം പറയാനായിരുന്നു. കൂടുതലൊന്നും പറയുന്നില്ല. പറയാനുള്ള ശബ്ദം വലിയ സുഖം പോരാണ്. ഏതായാലും ഇതിന് എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും നല്ല പടങ്ങൾ ഇവർക്ക് നിർമ്മിക്കാനും ഒക്കെ സഹകരിക്കാൻ ദൈവം